ഞങ്ങളുടെ ഏറ്റവും ഡ്രീം കം ട്രൂ ട്രിപ്പായിരുന്നു കേട്ടോ ഈ ഓസ്ട്രേലിയൻ ട്രിപ്പ്. അത് കുറച്ചുകൂടെ സ്വീറ്റാണ് നമ്മുടെ അതേ വൈബിലുള്ളവരുടെ അടുത്തേക്ക് പോകാമെന്ന് ആലോചിക്കുമ്പോഴാണ് അല്ലേ. രജനി ആൻഡ് ഉണ്ണി ഞങ്ങളുടെ കസിൻസാണ് കേട്ടോ. ബട്ട് അതിലുപരി ക്ലോസ് ഫ്രണ്ട്സാണ്, വെൽ വിഷേഴ്സാണ്, ഞങ്ങളുടെ എന്താ പറയുക, ഞങ്ങളുടെ ബെസ്റ്റീസാണ് കേട്ടോ. ഭയങ്കര പ്രീ പ്ലാനിങ് ആയിരുന്നു ഈ ഒരു 14 ഡേയ്സ് ട്രിപ്പ്. രജനിയാണ് ഇതിൻ്റെ ഈ പ്ലാനിങ്ങിൻ്റെയൊക്കെ ചരട് വലിച്ചുകൊണ്ടിരുന്നത്. എല്ലാം പ്ലാൻ ചെയ്ത് പ്രീ ബുക്കിംഗ് ഒക്കെ ചെയ്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ. അങ്ങനെ ഫസ്റ്റ് ഡേ ഞങ്ങൾ ലാൻഡ് ചെയ്ത് ഒരു 4 to 5 hours വീട്ടിൽ പോയി ഫ്രഷനപ്പ് ആയിട്ട് ഒരു 2 nights 3 days ക്രൂസ് ട്രിപ്പായിരുന്നു. പ്ലാൻ ഫ്രം സിഡ്നി ടു മെൽബൺ. അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ ഈ ക്രൂസ് യാത്ര. അതിൻ്റെ ഉള്ളിൽ തന്നെ ഒരു സാമ്രാജ്യം കെട്ടിപ്പൊക്കിയിട്ടുണ്ടായിരുന്നു അവർ. നമ്മുടെ റൂമിൻ്റെ ബാൽക്കണിയിൽ നിന്ന് കണ്ണെത്താ ദൂരം കടൽ നോക്കിയിരിക്കുമായിരുന്നു കേട്ടോ. ഭക്ഷണം ആയിക്കോട്ടെ, എൻ്റർടൈൻമെൻറ്റ് ആയിക്കോട്ടെ, ലൈവ് കോൺസേർട്സ്, ഫിലിം ഡെക്ക്, പ്ലേ ഏരിയ, അങ്ങനെ കണക്കില്ലാതെ എന്തൊക്കെയോ ഉണ്ടായിരുന്നു. ഒരു രക്ഷയില്ല. ഫുഡടി പിന്നെ ഞങ്ങളുടെ ഹോബി ആയതുകൊണ്ട് അത് വല്ലാതെ അങ്ങ് എൻജോയ് ചെയ്തു കേട്ടോ. ഡിഫറെൻറ്റ് ക്വിസിൻസ് ട്രൈ ചെയ്തു. പിന്നെ കാസിനോ എന്ന കലാപരിപാടി ഇതിനകം ട്രൈ ചെയ്തു. പിള്ളേരെ നോക്കാൻ ക്രഷ് ഉള്ളിൽ തന്നെ ഉള്ളതുകൊണ്ട് എവിടെ പോകണമെങ്കിലും അവരെ വിട്ടിട്ട് നമുക്ക് പോകാനുള്ളൊരു സൗകര്യം ഉണ്ടായിരുന്നു. അവർക്ക് ക്രഷിലുള്ളത് ഏറ്റവും സന്തോഷം തന്നെയായിരുന്നു. PS4ഉം പിന്നെ കളിക്കാൻ അവരുടെ പ്രായത്തിലുള്ള കുട്ടികളും മൊത്തത്തിൽ ഹാപ്പി ആയിരുന്നു കേട്ടോ അവരും. അങ്ങനെ 3 പിള്ളേരെയും ക്രഷിലാക്കി ഞങ്ങൾ ഏറ്റവും ടോപ്പിൽ പോയിട്ട് 2 നൈറ്റ്സ് എൻജോയ് ചെയ്തു കേട്ടോ. ആ തണുപ്പത്ത് പോയി രാത്രി നീണ്ടു കിടക്കുന്ന കടൽ കാണുക പറയുന്നത് ഒരു ചെറിയ പേടിയോട് കൂടിയുള്ള രസമാണ്. കുട്ടികളെ കൊണ്ടുപോകുന്ന തന്നെ കുറച്ച് റിസ്ക് ആയതുകൊണ്ട് പിന്നെ ഞങ്ങൾക്കും വേണ്ടേ കുറച്ച് ടൈം അല്ലേ. അങ്ങനെ ഞങ്ങൾ മെൽബൺ എത്തി. അവിടെ ഒരു ദിവസം മൊത്തം കറങ്ങി ഒരു വല്ലാത്തൊരു ലൈഫ് ടൈം എക്സ്പീരിയൻസ് തന്നെയായിരുന്നു കേട്ടോ.